വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി കൃഷ്ണപുരം 388 നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടത്തി. സഹകരണ വകുപ്പ് മന്ത്രി എം ലിജു ഉദ്ഘാടനം നിർവഹിച്ചു. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി കൃഷ്ണപുരം 388 നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടന്നു. സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു ഉദ്ഘാടനം നിർവഹിച്ചു. ടെലികോം രംഗത്തിന്റെ പിതാവ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ആരാണ് ഇന്ത്യൻ ടെലികോം രംഗത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ അത് സാം പിട്രോഡയാണ്. രാജീവ് ഗാന്ധിയുടെ ഉപദേഷ്ടാവായിരുന്ന, അമേരിക്കയിലെ നിരവധി പേറ്റന്റുകൾ ഉണ്ടായിരുന്ന, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഇന്ത്യയിൽ ടെലികോം രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി അദ്ദേഹം വിളിച്ചു വരുത്തിയ സാങ്കേതിക വിദഗ്ധനാണ് സാം പിട്രോഡ. പിട്രോഡ അന്ന് കോടിക്കണക്കിന് ഡോളർ അമേരിക്കയിൽ സമ്പാദിക്കുന്ന ആളാണ്. പക്ഷെ രാജീവ് ഗാന്ധിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു. അദ്ദേഹം രാജീവ് ഗാന്ധിയുടെ അടുത്ത സുഹൃത്തായിരുന്നു. ഇന്ത്യൻ ടെലികോം സിസ്റ്റത്തിന്റെ ഉപദേഷ്ടാവായി പ്രവർത്തിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെയാണ് നമ്മൾ ആദ്യമായി STD ബൂത്തുകൾ ഒക്കെ ഒരു ഡോട്ട് സിസ്റ്റം ഒക്കെ വരുന്നത്. അങ്ങനെയാണ് ആ സാം പിട്രോഡയാണ് പിൽക്കാലത്ത് ഇന്ത്യയിൽ ടെലിഫോൺ വിപ്ലവം ഉണ്ടാക്കിയത്. പിന്നീട് മൊബൈൽ ഫോണുകൾ വരെ എത്തി നിൽക്കുന്ന സാങ്കേതിക വിപ്ലവത്തിന്റെ യഥാർത്ഥ പിതാവ് ഇന്ത്യയിൽ അതിനെ ആരംഭിച്ചത് സാം പിട്രോഡയാണ്. സാം പിട്രോഡയുടെ യഥാർത്ഥ പേര് സത്യനാരായണ പിട്രോഡ എന്ന്. എനിക്ക് ലഭ്യമായ അറിവ് വെച്ച് ഇന്ത്യൻ വിശ്വകർമ്മ സമൂഹം സംഭാവന ചെയ്ത മഹാനായ പുത്രനാണ് സാം പിട്രോഡ, സത്യനാരായണ പിട്രോഡ. അപ്പോൾ ഇത്രയൊക്കെ സംഭാവനകൾ ചെയ്ത ഒരു സമൂഹത്തിന് വേണ്ടത്ര അംഗീകാരം ലഭിക്കുന്നില്ല എന്ന നിവേദനം യഥാർത്ഥത്തിൽ ഗൗരവതരം തന്നെയാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, കേരളത്തിന്റെ മന്ത്രിസഭാംഗം എന്ന നിലയിൽ തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ ഞാൻ ഉന്നയിക്കുവാനും അതിനാവശ്യമായ ഇടപെടൽ എന്റെ ഭാഗത്ത് ഉണ്ടാകും എന്ന കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ജനപ്രതിനിധി ആയതിനു ശേഷം ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനിയുള്ള വരുന്ന വർഷങ്ങളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം. വിശ്വകർമ്മ സമൂഹത്തിന്റെ, കായംകുളത്തെ വിശ്വകർമ്മ സമൂഹത്തിന് വേണ്ടിയും എന്റേതായ രീതിയിൽ ഒരു ജനപ്രതിനിധി നിലയിലും മന്ത്രി എന്ന നിലയിലും എന്റെ സമ്പൂർണ്ണമായ പിന്തുണയും ഞാൻ ഉറപ്പു നൽകുകയാണ്. ശാഖാ പ്രസിഡന്റ് KG ഹരിഹരൻ അധ്യക്ഷത വഹിച്ചു. ശാഖാ സെക്രട്ടറി രാജേഷ് കുമാർ നടേശൻ സ്വാഗതം പറഞ്ഞു. സർക്കാരിന്റെ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി മയക്കുമരുന്നിനെതിരെ മന്ത്രി പ്രതിജ്ഞാവാചകം യോഗത്തിൽ ചൊല്ലിക്കൊടുത്തു. ലഹരി എന്ന മഹാവിപത്തിനെ എന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും കടന്നു വരാൻ അനുവദിക്കില്ല. മയക്കുമരുന്നും മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും ഉപയോഗിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യില്ല. എന്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും സമൂഹത്തെയും ലഹരിയുടെ അപകടങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കും. നിയമം പാലിക്കുന്ന ഉത്തരവാദിത്വമുള്ള പൗരനായി ലഹരി വ്യാപനത്തിനെതിരെ ബന്ധപ്പെട്ട അധികാരികളുമായി സഹകരിക്കും. വാർഡ് കൌൺസിലർ വാമാക്ഷി, 35ാം വാർഡ് കൌൺസിലർ പുളിയറ വേണുഗോപാൽ, മുത്താരമ്മൻ കോവിൽ ട്രസ്റ്റ് പ്രസിഡന്റ് PC ഗോപാലകൃഷ്ണൻ, VS വനിതാ സംഘം പ്രസിഡന്റ് അശ്വതി, VS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. താലൂക്ക് യൂണിയൻ ട്രഷറർ ശ്യാംകുമാർ നന്ദി പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.